കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. മതിയായ ജീവനക്കാരെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ. മതിയായ നഴ്സുമാരെയടക്കം നിയമിക്കാത്ത സർക്കാർ അനാസ്ഥയ്ക്കെതിരെയാണ് നഴ്സസ് യൂണിയൻ പ്രതിഷേധം ശക്തമാക്കുന്നത്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം. ദിവസവും 12 മണിക്കൂറിലധികമാണ് നഴ്സുമാർ ജോലി ചെയ്യേണ്ടി വരുന്നത്. നേരത്തെ അപേക്ഷിച്ചാലും അവധി പോലും നിഷേധിക്കപ്പെടുന്നു. 9 ദിവസത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു നൈറ്റ് ഡ്യൂട്ടി. ഇപ്പോൾ 3-4 ദിവസം വരെ രാത്രി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. നിരവധി സമരങ്ങളും സർക്കാരിലേക്ക് നിവേദനവും സമർപ്പിച്ചെങ്കിലും ഇതുവരെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ആയിട്ടില്ല. സ്റ്റാഫ് ഷോർട്ടേജ് പ്രധാനമായിട്ടും അനുഭവപ്പെടാൻ കാരണം പുതുതായിട്ട് ആരംഭിച്ച PMSSY കാഷ്വാലിറ്റി ബ്ലോക്കിലും അതുപോലെ തന്നെ 1996 ആരംഭിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, ടെർഷ്യറി ക്യാൻസർ സെൻറ്റർ തുടങ്ങിയ ഇടങ്ങളിലൊന്നും ഇതുവരെ ഒരു പോസ്റ്റ് പോലും ക്രിയേറ്റ് ചെയ്യാതെയാണ് ആശുപത്രി ചലിക്കുന്നത്. മലബാറിലെ 5ഓളം ജില്ലകളിലെ ഗുരുതരമായി വരുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. നഴ്സുമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വിരമിച്ചവർക്കും സ്ഥലം മാറിപ്പോയവർക്കും പകരം പോലും ആളുകളെ നിയമിച്ചിട്ടില്ല. താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് ആശുപത്രികളുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ജോലിഭാരം കുറച്ച് ജീവനക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനു കൂടി പരിഗണന നൽകണമെന്നാണ് ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. ജനം, കോഴിക്കോട്.